മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹവര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായിട്ടല്ലാതെ മരണപ്പെടാവുന്ന സാഹചര്യങ്ങളെ ശ്രദ്ധിക്കുവാനും അകന്നു നിൽക്കുവാനും കഴിയുന്നത്ര പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മഹത്തായ ഈ ഷഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന്. ഇൻഷാ അല്ലാഹ് പടച്ചവൻ അനുഗ്രഹിച്ചാൽ അടുത്ത ജുമുഅ റമദാനിലെ ആദ്യ ജുമുഅയാണ്. മനുഷ്യന് ചില ബോധ്യതകളും ചില ഉണർവുകളും നൽകുക എന്നതാണ് ചില മാസങ്ങളുടെ സവിശേഷതകൾ കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത്. അതിലൊന്ന് റമദാനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്വയം ഒരു ഒതുക്കം ഉണ്ടായി തീരാൻ, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു അച്ചടക്കത്തിന് വിധേയമായി ജീവിക്കാൻ ശാരീരികവും മാനസികവും സർവോപരി ചിന്താപരവുമായി ഒരാളെ ഒരുക്കുന്ന സന്ദർഭമാണ് ഇനി വരാനുള്ള ഒരു മാസം. ബാഹ്യമായിട്ട് മാത്രമല്ല, ആന്തരിക വിശുദ്ധിയും നേടിയെടുക്കുന്നു. മക്കയിൽ അവതരിച്ച രണ്ട് പ്രധാന സൂറകളാണ് സൂറത്തുൽ മുദ്ദസ്സിറും സൂറത്തുൽ മുസ്സമ്മിലും. രണ്ടിലും വ്യക്തിയാധിഷ്ഠിത കൽപ്പനയാണ് അല്ലാഹു നൽകുന്നത്. ഒരു സൂറയിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജുസ ഫഹ്ജുർ. ഒറ്റൊറ്റ വാക്കുകളിൽ അനുവർത്തിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യങ്ങൾ കൽപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിൽ നബിയോട് നേർക്ക് നേരെയാണ് സംസാരം. ഖും, നീ എഴുന്നേറ്റ് നിൽക്കുക. അവിടെ ഒരുപാട് ആശയാർത്ഥങ്ങളുണ്ട്. കൂടെ ആരുണ്ട്? കൂടെ തുണയ്ക്ക് ആരെങ്കിലും ഉണ്ടാകുമോ? തനിക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാൻ ആളുണ്ടാകുമോ? ഇതൊന്നും നീ നോക്കേണ്ടതില്ല. ചുമതല, ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കുന്നതിന് ശക്തമായി നീ സ്വയം നിൽക്കുക എന്നാണ് ഒന്നാമത്തെ കൽപ്പന. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കേണ്ടതില്ല. സ്വന്തമായിട്ട് തന്നെ തീരുമാനമെടുത്ത് അടിയുറച്ച് നിൽക്കുക. എന്നിട്ട് ജനങ്ങളോട് താക്കീത് നൽകണം. താക്കീത് നൽകുക എന്നാൽ വരുംവരായികകളെ ഉണർത്തണം. ഇപ്പോഴാണ് പോകുന്നത് എങ്കിൽ വമ്പിച്ച നാശങ്ങൾക്ക് നമ്മളൊക്കെ വിധേയമാകേണ്ടി വരും. അത് തീർത്താൽ തീരാത്ത നഷ്ടങ്ങളിൽ കലാശിക്കും. ഒരിക്കലും അത് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയാതെ വരും. വിശിഷ്യ മരണം പരാജയപ്പെട്ടാൽ അവന് ശാശ്വതമായ നരകമാണ് ഉണ്ടായിത്തീരുക. ഇതാണ് നബിയുടെ താക്കീത്. രക്തചുരുക്കം. വറബ്ബക ഫകബ്ബിർ, നിന്റെ രക്ഷിതാവായ അല്ലാഹുവിന് നീ സ്തോത്രം ചെയ്യുക. അല്ലാഹു അക്ബർ, അത് ഒരേ സമയം ഒരു ആശ്ചര്യത്തിൻ്റെയും
ഒരു പ്രഖ്യാപനത്തിൻ്റെയും വാചകമാണ്. അള്ളാഹു സർവത്തിൻ്റെ മേലും ഉന്നതനാകുന്നു, മഹാനാകുന്നു എന്നാണ് ആ പ്രസ്താവന. വസിയാബക്ക ഫതഹിർ, നീ വൃത്തിയുള്ളവരാകണം. ശുചിത്വം അത് ഇസ്ലാമിൻ്റെ മുഖമുദ്രയാണ്. മുസ്ലിമുകളെല്ലാം അങ്ങനെയാണ് ശീലിക്കേണ്ടത്. അതിന് എന്തുമാത്രം കൽപ്പന ഖുർആൻ കൽപ്പിച്ചു. വളരെ ലളിതമായ ഒരു വചനം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് അത്തഹൂറു ഷത്റുൽ ഈമാൻ, നമ്മുടെ ഈമാനിൻ്റെ പകുതി തന്നെ ശുചിത്വത്തിലാകുന്നു എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നിന്റെ വസ്ത്രം, പാർപ്പിടം, നീ സഹവസിക്കുന്ന ഭൂതലം, വഴികളടക്കം എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. അതിലെന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്യുന്നതിൽ ബദ്ധശ്രദ്ധ ഉണ്ടാകണം. ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ വിഷയം അതല്ല. വറുജുസ ഫഹ്ജുർ, എല്ലാ അവിശ്വാസവും വെടിയണം. ഏത് അവിശ്വാസമാണോ ഉള്ളത് അതെല്ലാം വെടിയേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ ഒരായത്ത് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിലെ ഹൂദ് അലൈഹിസ്സലാമിൻ്റെ കൽപ്പനയാണ്. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻളിറൂൻ. അള്ളാഹുവിന് പുറമെ എല്ലാ വിശ്വാസവും വെടിയണം എന്ന് പറഞ്ഞതിനാണ് ഈ ഒരു ഉറപ്പുണ്ടാകണം. ഹൂദ് നബി പറയുന്ന ഒരു ഉറപ്പ് നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു വാക്കാണിനി. അള്ളാഹുവിന് പുറമെ നിങ്ങൾ സർവ കേന്ദ്രങ്ങളെയും ഒരുമിച്ച് കൂട്ടി എനിക്കെതിരിൽ തന്ത്രങ്ങൾ ചെയ്യുക. അള്ളാഹുവിന് പുറമെ ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ അഖില വസ്തുക്കളും, അത് ആരാധ്യരാണ് പ്രധാനം. ഒരുപാട് ഇലാഹുകളുണ്ട്, അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് എനിക്കെതിരിൽ നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഞാൻ ഏകനാണ്, അള്ളാഹു മാത്രമാണ് എൻ്റെ കൂടെയുള്ളത്. ഒട്ടും ഇനി വൈകണ്ട. ഇന്നി തവക്കൽതു അലല്ലാഹ്, എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുന്നു. റബ്ബി വ റബ്ബിക്കും, അവൻ എൻ്റെ രക്ഷിതാവാണ് നിങ്ങളുടെയും. മാമിൻ ദാബത്തിൻ, ഒരൊറ്റ ജീവജാലവുമില്ല, സർവചരാചരങ്ങളും. ഇല്ലാഹുവ ആഹിദും ബിനാസിയത്തിഹാ, അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈകളിൽ ഭദ്രമായിട്ടല്ലാതെ. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ രക്ഷിതാവ് നേർമാർഗത്തിൽ തന്നെയാണ് എന്നെ ചരിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് അവിശ്വാസങ്ങളെല്ലാം വെടിയുക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിന് പിമ്പലമേകുന്നൊരു വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനം കൂടിയാണ്. നിലനിൽപ്പ് അള്ളാഹു ദൃഢമായി നിലനിർത്തുന്നു, നിർഭയത്വം നൽകുന്നു, ശക്തിയും വലിയ തൻ്റെടവും പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെയുള്ള സർവമൂർത്തികളെയും നിങ്ങൾക്ക് വിളിക്കാം, എന്നിട്ട് എനിക്കെതിരിൽ നിങ്ങൾ പ്രയത്നിക്കുക, ഒട്ടും അമാന്തിക്കേണ്ട. കാരണം ഞാൻ എൻ്റെ റബ്ബിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനാണ് രക്ഷകൻ എന്ന് പറയുന്ന ഒരു വിശ്വാസദാർഢ്യത, ഒരു ഉറപ്പ്, ഒരു ശക്തി, അത് രൂപപ്പെടണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വറുജുസ ഫഹ്ജുർ എന്നാണ് ആദ്യ സൂറയിലെ ഒറ്റ കൽപ്പനയിൽ അവസാനത്തെ. എന്നാൽ സൂറത്തുൽ മുസമ്മിലിലേക്ക് വരുമ്പോൾ അത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതാണ് മഹാഭൂരിപക്ഷ തഫ്സീറിൻ്റെ ഇമാമുകളും പറഞ്ഞത് ഇത് മക്കി സൂറയാണ്. അവിടെ
സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ അലൈഹിർറഹ്മയോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയുടെ നമസ്കാര രീതി എന്താണ്? അപ്പോൾ ആയിഷ തിരിച്ച് ചോദിക്കുന്നത്, ഈ സംഭവം ആയിഷ ബീവി ഉദ്ധരിക്കുന്നതാണ്. പക്ഷേ ഈ സൂറ അവതരിക്കുമ്പോൾ ആയിഷ അലൈഹിർറഹ്മ ജനിച്ചിട്ട് പോലും ഉണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ ഈ സംഭവം പിൽക്കാലത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ തിരിച്ച് അവര് ചോദിച്ചത് സഅദ് ബിൻ ഹിഷാമിനോട്, നീ സൂറത്തുൽ മുസ്സമ്മിൽ ഓതാറില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനിത് പാരായണം ചെയ്യാറുണ്ട്. അത് ആയിരുന്നു നബിയുടെ നമസ്കാര ക്രമം. അപ്പൊ അതിൽ തർക്കമൊന്നും വേണ്ടെന്നർത്ഥം. അപ്പൊ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻ ഖുസു മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പൊ ആയിഷ അലൈഹിർറഹ്മ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നബിയും സഹാബികളും ഏതാണ്ട് ആദ്യത്തെ ഒരു 2 വർഷക്കാലം ഈ സൂറത്ത് അവതരിച്ചിട്ട് രാത്രി നമസ്കാരം നിർബന്ധം എന്ന നിലയിലാണ് അനുവർത്തിച്ചു പോകുന്നത്. പിന്നീട് അതേ സൂറയിൽ തന്നെ പിന്നീട് അവതരിച്ച വചനമുണ്ട്. ആ വചനമാണ് ഇത് ഇളവ് ചെയ്തത്, ഒരു ഐച്ഛിക നമസ്കാരം എന്നിടത്തേക്ക് മാറ്റിയത്. അപ്പൊ നബി നമസ്കരിച്ചിരുന്നത് പലപ്പോഴും ദീർഘസമയം നിന്നിട്ടാണ്. കാരണം ഇവിടെ ഈ ആയത്തിൽ കൽപ്പിക്കുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല, അത് ഉയർന്നു താഴുന്ന താള ലയ പ്രവൃദ്ധമായ ക്രമത്തിൽ ശബ്ദം ഉയരും താഴും, അതിൻ്റെ ഈണമുണ്ട്, ദൈർഘ്യതയുണ്ട്, ഹ്രസ്വമാക്കലുണ്ട്, ശബ്ദം ഉയർത്തലും താഴ്ത്തലും ഉണ്ട്. അങ്ങനെയാണ് നബി ഓതി നമസ്കരിക്കുക. അപ്പൊ കാലുകളിൽ നീർക്കെട്ട് വരുന്നത് വരെ. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇത്ര ക്ലിഷ്ടത അനുഭവിക്കുന്നത്? അപ്പൊ നബി പറഞ്ഞ മറുപടി, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ. ഇമാം ബുഖാരി ഉദ്ധരിച്ച മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു മറുപടിയാണ് ആ ഹദീസ്. ഞാനൊരു നന്ദിയുള്ളവനാകാൻ, അള്ളാഹു എന്നോട് ചെയ്ത കാരുണ്യവും അനുഗ്രഹവും തെരഞ്ഞെടുക്കലും നുബുവത്ത് നൽകിയതും റിസാലത്ത് നൽകിയതും അങ്ങനെ അമൂല്യമായ ഒരു സ്ഥാനത്താണ് എന്നെ അവരോധിച്ചത് അള്ളാഹു. അതിനുള്ളൊരു നന്ദിയാണ്. അപ്പൊ ഈ ആയത്തിലെ കൽപ്പന, പുതച്ചു കിടന്നുറങ്ങുന്നവനെ നീ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നമസ്കരിക്കുക, കുറഞ്ഞ സമയം. അത് എത്രത്തോളം എന്നാൽ ഒന്നുകിൽ പകുതി, അല്ലെങ്കിൽ ഒരല്പം കുറച്ച്. അതുമല്ലെങ്കിൽ ഖുർആൻ ഇതേ അധ്യായത്തിൽ തന്നെ സുലുസഹു എന്നാണ് പിന്നെ പറഞ്ഞത്. അപ്പൊ 1/3 പകുതിയോ അതിൽ കുറച്ചോ എഴുന്നേറ്റ് നമസ്കരിക്കുക. സൂറത്ത് ഇസ്രായിലേക്ക് വരുമ്പോൾ ഇതേ നമസ്കാരത്തെ പ്രതിപാദിച്ച ഒരായത്താണ് ഫത്തഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, നിനക്ക് കൂടുതലായി നാം നൽകുന്ന ഒരു നമസ്കാരം. നാഫിലത്താണ്, ഐച്ഛികമാണ്, നിനക്ക് കൂടുതലായി നൽകുന്ന ഒരു നമസ്കാരമാണ്. ഫത്തഹജ്ജദ്, അതുകൊണ്ട് ഉണർന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുക. ഫത്തഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, മഖാമൻ മഹ്മൂദിൽ അല്ലാഹു ഒരു പക്ഷേ നിന്നെ യാത്രയാക്കിയേക്കാം. അപ്പൊ ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം നബിയെ സംബന്ധിച്ച്, അന്ത്യപ്രവാചകനെ സംബന്ധിച്ച് മഖാമൻ മഹ്മൂദാണ്.
അത് ഒരു നബിമാർക്കും വാഗ്ദത്തം ചെയ്യാത്തതാണ്. വേറെ ഒരു നബിമാരും ഒരു അംബിയ മുർസലുകൾക്കും അതിന് അർഹതയില്ല. അത് റസൂലുള്ള എടുത്ത് പറയുന്ന വാചകം അന സയ്യിദു ഉൽദി ആദം. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്. ഞാൻ ആദമിൻ്റെ മക്കളിൽ സയ്യിദ് ഞാനാണ്. എൻ്റെ കയ്യിലാണ് ലിവാ ഉൽ ഹംദ് ഉണ്ടാവുക. എല്ലാ ഫഹർ, ഇതൊരു ദുരഭിമാനം പറഞ്ഞതല്ല. മാത്രവുമല്ല, ഞാനാണ് അന ഷാഫിഉൻ, ഞാൻ തന്നെയാണ് ഷഫാഅത്ത് ചെയ്യുന്നവൻ. വേറെ ഒരു നബിമാരുമില്ല. അവ്വലു ഷാഫിഇൻ വ മുഷഫഇൻ, ഷഫാഅത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. അപ്പം നബിയുടെ ഉമ്മത്തുകൾക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ, വിജയത്തിൻ്റെയും രക്ഷയുടെയും പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ റസൂല് ഷഫാഅത്ത് ചെയ്യും, അതിൽ ഞാൻ ഉൾപ്പെടും, ഞാൻ അങ്ങനെ വിജയിയാകും എന്നാണെങ്കിൽ നബിയെ സംബന്ധിച്ചുള്ള വിഷയം മഖാമൻ മഹ്മൂദിൽ എത്തിച്ചേരാം. അതിനുശേഷമാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് പറഞ്ഞു, സലൂ, നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾ നബിയുടെ ഈ ഉമ്മത്തുകളുടെ ജനാവലി ലോകത്ത് നിലനിൽക്കുന്ന കാലമത്രയും മുഴുവൻ പേരും നബിക്ക് വേണ്ടി അള്ളാഹുവോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടത് മഖാമൻ മഹ്മൂദിൽ ഞങ്ങളുടെ നബിയെ യാത്രയാക്കണമെന്നാണ്. വസീലയും ഫളീലയും ഉണ്ടാകണം എന്നാണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എന്നിട്ടാണ് ഷഫായത്ത് പറയുന്നത്. ബാങ്ക് കേട്ട ശേഷം നബിയുടെ മേലൊരാൾ സ്വലാത്ത് ചെല്ലണം. പലപ്പോഴും മറന്നു പോകുന്നതാണ്. സ്വലാത്തിന് ശേഷമാണ് ബാങ്കിൻ്റെ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, നമുക്കറിയാം. അവസാനം റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദൻ അൽ വസീലത്ത വൽ ഫളീല വദ്ദറജത്ത റഫിയ എന്ന് പറഞ്ഞിട്ട് വബ്അസുഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅദ്ത, നീ വാഗ്ദത്തം ചെയ്ത മഖാമൻ മഹ്മൂദ് ഞങ്ങളുടെ റസൂലിന് നീ നൽകണം. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാനാണ് ആദ്യമായി ഷഫാഅത്ത് ചെയ്യുക. ആദ്യമായി ഒരു നബിയുടെ ഷഫാഅത്ത് ഹിസാബിൻ്റെ സമയത്ത് അള്ളാഹു സ്വീകരിക്കുന്നതും എന്നിൽ നിന്നാണ്. അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദമിൻ്റെ മക്കളിൽ സയ്യിദ് ഞാനാകുന്നു. ലാ ഫഖർ, ഇതൊരു ദുരഭിമാനം പറഞ്ഞതല്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, അതുകൊണ്ട് നിനക്ക് അധികമായി അള്ളാഹു കൽപ്പിച്ചത് തഹജ്ജുദ് നമസ്കാരമാണ്. അത് തഹജ്ജദ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണർന്ന് എണീറ്റ് നമസ്കരിക്കുക എന്നാണ്. സാധാരണ പകല് ചെയ്യുന്നൊരു നമസ്കാരമല്ല അത്. അപ്പോൾ രാത്രി ഉറങ്ങിയ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ള നമസ്കാരമാണ്. വ മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. അതാണ് സൂറത്ത് ഇസ്രായിൽ കൽപ്പിച്ചത്. സൂറത്തു സജദയിൽ ഈ നമസ്കാരത്തോടുള്ള ഒരു പ്രതിബദ്ധത വിശ്വാസികളുടെ, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നതാണ് സൂറത്ത് സജദ സുബഹിക്ക്. അപ്പൊ ആ നമസ്കാരത്തിൽ നമ്മൾ കേൾക്കുന്നത് തത്തജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ രണ്ട് കാര്യവും ഇനി അടുത്ത ആയത്തിൽ പ്രതിപാദിക്കുകയാണ്. അവർ അവരുടെ പാർശ്വങ്ങൾ, ശരീരം, അവരുറങ്ങുകയാണ് ബെഡിൽ, അതിൽ നിന്ന് അവർ വേർപെടുത്തി എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഉണർന്ന് എഴുന്നേൽക്കും. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി, കിടന്നുറങ്ങുന്നിടത്ത് നിന്ന് അവർ എഴുന്നേൽക്കും. യദ്ഊന റബ്ബഹും, ഇനി അവർ ചെയ്യുന്നത് അള്ളാഹുവോടുള്ള ദുആയാണ്.
ആ ദുആഇന് രണ്ട് നിബന്ധന ഖുർആൻ പറഞ്ഞു. ഒന്ന് ഖൗഫൻ വ തമഅൻ, ഒന്ന് വളരെ ഭയത്തോടെ അല്ലെങ്കിൽ ഭക്തിയോടെ, വ തമഅൻ വലിയ പ്രതീക്ഷയോടെ. ഇത് വെറുതെ ആവില്ല, ഈ ദുആ അങ്ങനെ തന്നെ സ്വീകരിക്കപ്പെടും എന്ന ദൃഢമായ നിശ്ചയത്തോടും ഉറപ്പോടും കൂടി അവർ ദുആ ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അപ്പോൾ സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസാണ്. ഖാല യൻസിലുല്ലാഹു ഇലസ്സമാഇ ദുനിയ, അല്ലാഹു ഭൂമിയോടടുത്ത ആകാശത്തിൽ അവൻ അവതരിക്കും. കുല്ല ലൈലത്തിൽ, എല്ലാ രാത്രിയും. റമദാനിന്റെ രാത്രിയെ കുറിച്ചാണ് ഈ പ്രതിപാദനമൊക്കെ. ഹീന യംളി സുലുസൽ ലൈലിൽ അവ്വൽ, ആദ്യത്തെ മൂന്നിലൊന്ന് രാത്രി കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ആദ്യത്തെ മൂന്നിലൊന്ന് രാത്രി. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു വിളംബരം ചെയ്യും, അനൽ മലിക്, അനൽ മലിക്, ഞാനാണ് രാജാതിരാജൻ, ഞാനാണ് ഇതിൻ്റെ മാലിക് യൗമിദ്ദീൻ ഉണ്ടല്ലോ, മലിക് ഞാനാണ്. മൻദല്ലദീ യദ്ഉനി, ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത്, ഫഅസ്തജീബ ലഹു, ഞാൻ അവന് ഉത്തരം ചെയ്യും. മൻദല്ലദീ യസ്അലനി, എന്നോട് ആര് എന്താവശ്യമാണ് ചോദിക്കുന്നത്, ഫഉഅ്തിയഹു, ഞാൻ അവന് നൽകും. മൻദല്ലദീ യസ്തഗ്ഫിറുനി, എന്നോട് പാപമോചനം. രാത്രിയുടെ 3 ആഴ്ച ഒരു യാമങ്ങൾ കഴിഞ്ഞു, ലോകം സുഖകരമായ നിദ്രയിലാണ്. അപ്പോഴാണ് ഇവൻ തൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ വളരെ സ്വകാര്യമായിട്ട് അല്ലാഹുവിൻ്റെ മുൻപിൽ താണുകയാണ് അപേക്ഷിച്ച് പാപമോചനം, പൊറുക്കലിനെ തേടുന്നത്. ഫഅഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. ഫലാ യസാലു കദാലിക, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അനിശ്ചിതമാണ്, ഒരു രാത്രിയല്ല. ഹത്താ യുളി അൽ ഫജ്ർ, ആ രാത്രി സുബഹി പുലരുന്നതുവരെ, ഫജ്ർ വെട്ടം ശരിക്ക് വരുന്നതുവരെ. അപ്പൊ സൂര്യോദയം ആരംഭിക്കുന്നത് വരെയും ഈ അവസ്ഥ നിലനിൽക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അത് സൂറത്ത് ദാരിയാത്തിലാണ്. അപ്പൊ ഈ ആയത്തിൽ ഭയഭക്തിയോടെ പ്രതീക്ഷയോടെ അള്ളാഹുവോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞു. അത് വിശ്വാസികളുടെ സ്വഭാവമാണ്. പിന്നെ ദാരിയാത്തിൽ പറയുന്നത്, വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ, നാം അവർക്ക് നൽകിയത് അവർ ചെലവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നാം അവർക്ക് നൽകിയത് എന്തൊക്കെയാണോ അത് അവർ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ കൂടെയുള്ള ആളുകളെയും അതിൽ പങ്കുചേർക്കും. അതാണ് അത് നഫക്ക്, ധർമ്മം ചെയ്യുക, കൊടുക്കുക, സഹകരിപ്പിക്കുക, ചേർത്ത് നിർത്തുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നാം നൽകിയതല്ല അവർ ഉപയോഗപ്പെടുത്തും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സത്യവിശ്വാസികൾ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, ധാരാളം അരുവികൾ, ഉദ്യാനങ്ങൾ, അതിനകത്താണ് അവരുണ്ടാവുക. ആഖിദീന മാ ആതാഹു, നാം അവർക്ക് നൽകുന്നതെന്തോ അതവർ സ്വീകരിക്കും, അത് പിടിക്കും അവർ. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, കാരണം ഇതിനു മുൻപ് അവർ നന്മകളുള്ളവരായിരുന്നു, ഗുണങ്ങളുള്ളവർ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി കുറഞ്ഞ സമയം ഉറങ്ങും, കുറഞ്ഞ സമയം അവർ ഇബാദത്തിലേക്ക് നീങ്ങും. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ,
രാത്രിയുടെ യാമങ്ങളിൽ അവർ അള്ളാഹുവോട് പാപമോചനം തേടുന്നവരുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിഫലത്തിലേക്ക് അള്ളാഹു അവരെ ഉയർത്താൻ കാരണം. എന്നിട്ട് ഇതേ സൂറയിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക്ക യഅലമു, നിന്റെ രക്ഷിതാവ് അറിയുന്നുണ്ട്, അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ, നീ രാത്രിയുടെ 2/3 സമയവും നമസ്കാരത്തിലാണ്. വനിസ്ഫഹു, അല്ലെങ്കിൽ പകുതി സമയം. വസുലുസഹു, അല്ലെങ്കിൽ 1/3. അങ്ങനെ 3 സമയം പറയും. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. 20-ാമത്തെ ആയത്ത് സൂറത്തുൽ മുസ്സമ്മിൽ, വഅഖിമിസ് സ്വലാത്ത്, അതുകൊണ്ട് ഇനി നീ നമസ്കാരം നിലനിർത്തണം. അപ്പോൾ ഫർദ് നമസ്കാരത്തിലേക്ക് വന്നു. ഇത് മിഅ്റാജിനും ഇസ്റാഇനും മുൻപാണ് സൂറത്തുൽ മുസ്സമ്മിൽ. ഇത് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചാണ് ഈ പ്രതിപാദനമൊക്കെ. ഇനി ഫർദിലേക്ക് വന്നു. ആ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അപ്പൊ സൂറത്തുൽ മുസ്സമ്മിലെ ആദ്യ സമയത്തുള്ള എല്ലാ പ്രതിപാദനവും പിന്നീട് വരാനിരിക്കുന്ന സമയത്ത് നിർവഹിക്കേണ്ടതിനെ കുറിച്ചാണ്. അത് ഇസ്രാവും മിഅ്റാജിലുമാണ് നമസ്കാരം ഫർദാകുന്നത്. സക്കാത്ത് ആകട്ടെ മദീനയിൽ ചെന്ന ശേഷവുമാണ്. അപ്പൊ മുൻകൂട്ടിയുള്ളൊരു നിർദ്ദേശമാണ്. വളരെ കാലകൂട്ടി അതിനെ സന്നദ്ധമാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ സൂറയിലുണ്ട്. വരാനിരിക്കുന്ന ഒരു നിർദ്ദേശത്തിന്റെ മുൻകൂട്ടിയുള്ളൊരു അവതരണം. വഅഖിമിസ് സ്വലാത്ത വആത്തുസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കണം. വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ഏറ്റവും നല്ല കടം അള്ളാഹുവിന് നൽകണം. ആ പദപ്രയോഗം ജിഹാദിന് സമ്പത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ജിഹാദിന് അനുമതി പോലും കിട്ടുന്നത് മദീനയിലെത്തി 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. ഈ സൂറയുടെ അവതരണം ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം ഭൗതിക ജീവിതത്തിലെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന് നിങ്ങൾ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങൾ ഉപയോഗിക്കണം. അത് അള്ളാഹുവിന് ഏറ്റവും നല്ല കടമായി നൽകലാണ്. ഖർളൻ ഹസന വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും മിൻ ഖൈർ, ഏത് നല്ല കാര്യം നിങ്ങൾ ചെയ്താലും തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈർ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒന്നും അവൻ മറക്കുകയോ ഒഴിവാക്കുകയോ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ഏത് നന്മയും അള്ളാഹുവിൻ്റെ മുൻപിൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. ഖൈറൻ വഅഅ്ലമ അജ്റ, ഏറ്റവും വലിയ പ്രതിഫലവുമായിരിക്കും അന്ന് നിങ്ങൾ കണ്ടുമുട്ടൽ. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ് കൂടി ഈ ആയത്തിന്റെ വിവരണത്തിൽ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇന്ന ഫില്ലൈലി സഅ, എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറൻ, ആ സമയം ഇന്നതാണെന്ന് പറയുന്നില്ല. എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. ആ സമയത്തോട് മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവോട് ഒരു നല്ല കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ മിൻ അംരി ദുനിയ, അത് ദുനിയാവിലെ നല്ല കാര്യമാകാം, വൽ ആഖിറ, അല്ലെങ്കിൽ പരലോക ജീവിതത്തിലെ നല്ല കാര്യമാകാം, ഇല്ലാ അഅ്താഹു, അതവന് നൽകാതിരിക്കുകയില്ല. വദാലിക കുല്ല ലൈല, ഈ പറഞ്ഞത് മുഴുവൻ രാത്രിയിലും അള്ളാഹു വ്യവസ്ഥ ചെയ്ത ഒരു അനുഗ്രഹമാണെന്ന് ഈ സൂറയുടെ വിവരണങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഒരവസരം നമ്മുടെ കൺമുൻപിലേക്ക് ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നു. അതിനോട് ചേർന്ന് എങ്ങനെയൊക്കെയാണോ ഇനി ജീവിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണെന്ന് ഉണർത്തുന്നു. അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.